നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നു മുതൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനമാണ് ഇന്നു മുതൽ ആരംഭിക്കുക. ശീതകാല സമ്മേളനത്തിന് തൊട്ട് മുന്നോടിയായി, എല്ലാ സമ്മേളനങ്ങൾക്കും തൊട്ട് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ പാർലമെന്റ് വളപ്പിൽ വെച്ച് കാണാറുണ്ട്. അത്തരത്തിൽ ഇത്തവണയും അദ്ദേഹം പാർലമെന്റ് വളപ്പിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് അദ്ദേഹം സാധാരണ ഈ പാർലമെന്റ് സെഷന് മുമ്പ് അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിക്കുക പതിവാണ്. പക്ഷേ നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, രാജ്യത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സഭയുടെ നടപടിക്രമങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, സഭയുടെ നടപടിക്രമങ്ങളുമായി സഹകരിക്കണം. ധാരാളം നിയമനിർമ്മാണങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പാർലമെന്റിനകത്ത് അല്ലെങ്കിൽ പാർലമെന്റ് ചേരുന്ന സമയം എന്നത് വളരെയധികം മൂല്യമേറിയതാണ്. ഈ മൂല്യമേറിയ സമയം പാഴാക്കരുത്. അതുകൊണ്ട് പ്രതിപക്ഷം സർക്കാരുമായി സഹകരിക്കണം എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഈ സഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അതേ കാര്യങ്ങളാണ് പറഞ്ഞത് എങ്കിൽ കൂടി പ്രതിപക്ഷത്തെ പ്രത്യക്ഷമായി തന്നെ പരിഹസിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിലേക്ക് കാലെടുത്തു വച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷം പറഞ്ഞു പരത്തിയത്? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ വോട്ട് ചോരിയെക്കുറിച്ച് തെളിവുകളടക്കം ജനങ്ങളുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞു. മാത്രമല്ല, രാഹുൽ ഗാന്ധി ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കറങ്ങി നടന്ന് ഈ വോട്ട് ചോരിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. വോട്ട് ചോരിയെക്കുറിച്ചാണ് ഇപ്പോൾ ബീഹാറിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്ന NDA സർക്കാർ തകർന്ന് തരിപ്പണമാകും. അവിടെ RJDയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പുതിയ ഒരു ബീഹാറിലെ സർക്കാർ രൂപീകരിക്കും എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം പറഞ്ഞു നടന്നത്. പക്ഷേ ബീഹാറിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണം തുടങ്ങിയ BJP ജനങ്ങളിൽ കൃത്യമായ വികസന നയം എത്തിക്കുകയും ഏതാനും ചില പദ്ധതികളും സാമൂഹ്യ സുരക്ഷാ സഹായങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച് അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ആ നിലപാട് പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതിയിലായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ഈ പറയുന്ന കോൺഗ്രസോ RJDക്കോ നിലം തൊടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ 202 സീറ്റുകൾ നേടി NDA വീണ്ടും അധികാരത്തിൽ വന്നു. അവിടെ NDAക്ക് തുടർ ഭരണം ലഭിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞത് നിതീഷ് കുമാർ തോറ്റുപോകും, നിതീഷ് കുമാറും നരേന്ദ്രമോദിയും അടങ്ങുന്ന സഖ്യത്തിന് അവിടെ ഒന്നും ചെയ്യാനാകില്ല, മറിച്ച് ഈ സഖ്യം പരാജയപ്പെടുകയും നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് വരികയും കേന്ദ്രത്തിലെ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാരിൻ്റെ പിന്തുണ നഷ്ടമാവുകയും ചെയ്യുമെന്നൊക്കെയാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ബീഹാർ NDA ഒരിക്കൽ കൂടി പിടിച്ചടക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഈ വിജയത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചത്. നിങ്ങളെ ജനം തിരസ്കരിച്ചു കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിന് ഇതൊരു മധുര പ്രതികാരം കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അല്പം സീറ്റ് കുറവായി പോയി എന്നത് വസ്തുതയാണ്. അതായത് കേവല ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന അവസ്ഥയിലാണ് 2014ലെയും 2019ലെയും ജനവിധി ലഭിച്ചത്. എന്നാൽ 2024 കേവല ഭൂരിപക്ഷത്തേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. BJPക്ക് സ്വയം കേവല ഭൂരിപക്ഷത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല, മറിച്ച് NDAക്ക് മാത്രമാണ് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 100ഓളം സീറ്റുകൾ പ്രതിപക്ഷത്തിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ആ അഹങ്കാരത്തിൽ തൊട്ടടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ദില്ലിയിലുമൊന്നും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ പാർലമെന്റിൽ ഇതായിരുന്നില്ല. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കുകയായിരുന്നു, ഈ സർക്കാരിനെ കളിയാക്കുകയായിരുന്നു, BJPയെ കളിയാക്കുകയായിരുന്നു, RSSനെ കളിയാക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, ഭഗവാൻ ശിവന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് ചട്ടത്തിന് വിരുദ്ധമായി ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണ്, ഹിംസ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന പ്രഖ്യാപനം നടത്തിയയാളാണ് രാഹുൽ ഗാന്ധി. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്ക് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ മണ്ടയിൽ അവസാനത്തെ ആണി അടിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ലക്ഷ്യം രാജ്യത്തിന്റെ വികസനം മാത്രമാണ്. അത് നിങ്ങൾ ഏതു വിധേനയും ചെയ്യും. നിങ്ങൾ ഈ പാർലമെന്റിൽ സഹകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ല എങ്കിൽ
ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. കാരണം ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട്. വിജയത്തിൽ ഞങ്ങൾ ഒരിക്കലും മതിമറക്കില്ല. പക്ഷേ ബീഹാറിൽ കിട്ടിയ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം. വെറുതെ ഇവിടെ വന്ന് അലമ്പ് കാണിക്കരുത് എന്ന് കൃത്യമായ സന്ദേശം നൽകിയതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിലേക്ക് പ്രവേശിച്ചതും പാർലമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതും. എന്തായാലും ഇന്ന് പാർലമെന്റ് ബഹളം കാരണം പിരിഞ്ഞു. 3 തവണയാണ് പാർലമെന്റ് ലോക്സഭ നിർത്തിവെക്കേണ്ടി വന്നത്. രാജ്യസഭയിൽ കുറച്ചുകൂടി ചർച്ചകൾ നടന്നു. പുതിയ അധ്യക്ഷനാണ് CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനമാണ്. അദ്ദേഹത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖർ ഇന്ന് ആശംസകൾ അറിയിക്കുന്ന കാഴ്ചയും ഇന്ന് രാജ്യസഭയിൽ നമ്മൾ കണ്ടു. എന്തായാലും വരും ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.